ചേട്ടാ ഇത് വേണോ? എല്ലാവരും അറിയും എന്റെ ജീവിതം ഇല്ലാണ്ടാവും. പറയാതെ പിന്നെ വേറെന്താ വഴി? നീ ചുമ്മാ ഡിപ്രസ്ഡ് ആവല്ലേ. നീ വാ, നമുക്ക് ആന്റി ഒന്ന് കാണാം. വിശ്വസിക്കാനാവുന്നില്ല. ആ പയ്യനും ഈ ജാനകിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇതിനു മുൻപ് ഞാൻ അവനെ കണ്ടിട്ട് കൂടിയില്ല. വിഷമിക്കേണ്ട. ദൈവം എന്തേലും ഒരു വഴി തുറന്നു തരാതിരിക്കില്ല. നീ അന്ന് വന്ന ഓഫീസിലെ ഷോർട്ട് ഫിലിമിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും പിന്നെ അതത്ര സീരിയസ് ആക്കിയില്ല. ഏതായാലും നിങ്ങളെ സമ്മതിക്കണം. ആരും അറിയാതെ ഇത്രയും ദിവസം കൊണ്ടു നടന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനിയിപ്പോ എല്ലാവരും അറിയാം ആന്റി, അതുപോലെ ഒരു തന്നെ ഒരു ശരീരം കിട്ടിയിരിക്കണം. ബി പോസിറ്റീവ്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. മോള് ധൈര്യമായിട്ടിരിക്കെ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി. ഓ ആന്റി, ഇതൊന്നും ആരും അറിയരുതട്ടോ. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ഇവളുടെ ലൈഫിന്റെ കാര്യമായതുകൊണ്ടാ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ശരി. ഇയാൾക്ക് വീട്ടിലെങ്ങാനും ഇരുന്നൂടെ, വെറുതെ മനുഷ്യനെ ചിരിപ്പിക്കാനായിട്ട്. കണ്ടപടി ഹൈസ്കോറായി. നോക്ക്, ഞാൻ പറഞ്ഞില്ല അവളുമാരുടെ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാ അമ്മമാരും വായി നോക്കി നിപ്പുണ്ട്. വേഗം നടന്നു. എന്താടാ അവളുമാര് രണ്ടുപേരും കൂടി ചേർന്ന് ഒരുത്തനെ. ഓ, അവന്റെ ഒക്കെ ഒരു ടൈം അളിയാ. എങ്കിലും നമുക്കില്ലാത്ത എന്താടാ അവനുള്ളത്? കണ്ടാ, അവൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളുമാര് വിടുന്നില്ല. ഒരു ഭാഗ്യം. നിനക്കൊക്കെ വേറെ ഒരു പണിയില്ലേടാ? യൂസ്ലെസ് ഫെല്ലോസ്. ഹായ് അമ്മേ മമ്മി. എന്താ എന്റെ അമ്മ അമ്മയോട് വന്നിക്കണം. ഞാൻ ഈ കോലത്തിൽ എങ്ങനെ അവരുടെ മുന്നിൽ ചെല്ലും? ദൈവമേ, ഒന്നിനൊന്നിലേക്കാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ പോകുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യും? ഈ രൂപത്തിൽ എന്നെ കണ്ട ആകെ കുഴയും. എന്നതാ എല്ലാരും കൂടെ കൂടി ഒരു ചർച്ച? ഒന്നുമില്ല. ഇതാരാ പുതിയൊരാള്? അതൊരു പൂച്ചയാ, വഴി കിടന്ന് കിട്ടിയതോ. ഇയാളൊന്ന് പോയേ. വലിയ ചൂടിലാണല്ലോ, ഞാൻ പോയേക്കാം. നീ എന്തിനാ അയാളോട് ചൂടായത്? അയാളോട് പോയി ചാവാൻ പറ. നീ ഇതിനൊരു സൊല്യൂഷൻ പറ. ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? ഇവൻ എന്നെ ചീത്തയാക്കും. എവിടെ പോണ്ടാ? എന്താണ് പരിപാടി? കുളിക്കാൻ പോണോ? ഇവളുമാരൊക്കെ മുടി വളർത്തണമെന്ന് കണ്ടുപിടിച്ചത് ആരാണാവോ? ശരിയാണല്ലേ, മൊത്തം ചട പിടിച്ചെടുക്കണല്ലേ. കുറച്ച് എണ്ണ വെച്ചിട്ടെ. നീയൊക്കെ കാരണം എനിക്കിപ്പോ എവിടൊക്കെ മുടി എടുക്കണമെന്നറിയോ? ഒരു സഹായം ചെയ്യാന്ന് വെച്ചപ്പോ. സ്വഭാവം കച്ചറയാണെങ്കിലും ഇവളെ കാണാൻ കുറച്ച് ഗ്ലാമറൊക്കെ ഉണ്ട് അല്ലടാ? കുഴപ്പമില്ല. സ്വഭാവം കൂടി നല്ലതായിരുന്നെങ്കിൽ ഞാൻ ഇവളെ അങ്ങ് കെട്ടിയേനെ. ഞാനും. മാറിക്കടാ. വേണമെങ്കിൽ ഞാനും കൂടി വരട്ടാ. അപ്പൊ റോക്ക് എന്ത് വെച്ചാ പുറം മാത്രം ആക്കണ്ടോ? എന്താടാ ഫ്രണ്ട്സ് അല്ലടാ? കോപ്പ് പട്ടിണി കിടക്കണവന്റെ വായ തുന്നി കിട്ടി വെച്ചിട്ട് അതിന് മുമ്പിൽ ചിക്കൻ ബിരിയാണി വെച്ച അവസ്ഥയാണ്. സീനാണ് ഭർത്താവ്. അവന്മാരോട് ചോദിക്കാം വീട് ഏതാന്ന്. ഇതെവിടെയായിരുന്നടാ? എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്? ഇതെന്താ പുതിയൊരു തിരകളക്കം? അവന്മാരുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ഇതാരാ? ഫ്രണ്ടാണോ? എന്താ ഫ്രണ്ടിന്റെ പേര്? ശ്രേയ. ഓ, നല്ല ശ്രേയ. നല്ല പേര്. നീ ആളാകെ മാറിപ്പോയല്ലോ. പൂജാവൻ പഠിച്ചു. ഏതാളി ഈ സാധനം? വിക്കുവിന്റെ കൂടെ ഉണ്ടല്ലോ ഒരെണ്ണം. ഇതിനൊന്നും കണ്ണും കണ്ടുകൂടെ നിന്റെ കൂടെ? ഓ പൊന്നുമോനെ, അവിടെ ഉണ്ട് രണ്ടാളും. ഇന്ന് പുറത്തേക്കൊന്നും കണ്ടില്ല. അവളുണ്ട് കൂടെ. എന്താ പരിപാടി എന്നൊന്നും അറിയാൻ പാടില്ല.
ആൽവി ഇതിലേതാ നിന്റെ വീട്? ദേ ഈ കാണണ അതല്ല, ഞാൻ പറഞ്ഞോളാം. ദേ കണ്ണ. നമുക്ക് പോവാം. ഓ, നിന്റെയൊക്കെ ഭാഗ്യാണിയാ. മാസ്റ്ററോ? ഞാനോ? ദേ, ഞാൻ പിള്ളേ മാസ്റ്ററാട്ടോ. അതുപോലൊരു ബഹുമാനമൊക്കെ വേണം. എന്റെ ദൈവമേ, ഈ സ്റ്റെപ്പ് ഇപ്പോഴെങ്ങും തീരല്ലേ. കൂടി പൊക്കൊണ്ടായി മതിയായിരുന്നു. വൃത്തികെട്ട ചില്ലാര കൊണ്ട് വെച്ചെന്നാവും. അല്ല, ഇപ്പൊ അവൻ നിന്റെ കുളിസിനല്ലേ കണ്ടോണ്ടിരിക്കുന്നത്? എന്തെങ്കിലും കണ്ടാ മതിയായിരുന്നു. ലേഡീസ് കുളിക്കുന്ന ഒളിഞ്ഞു നോക്കണം. എന്താ പ്രശ്നം? നിങ്ങളറിഞ്ഞോ? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഡീസന്റായി വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങരുത്. അതിന് ഞാനിങ്ങനെ പുറത്തിറങ്ങാറില്ലല്ലോ. ഇത് കണ്ട കുളിച്ചിന്റെ കെട്ടപ്പ് വരെ ഞാൻ മാറ്റി. കണ്ടാ? ആൽവി, ഇതൊരു ഇഷ്യൂ ആക്കല്ലേ. സോറി, ഇവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ. വിഷമം ഒക്കെ എനിക്കുണ്ട്. അതല്ല ആൽവി, ഒരു പ്രശ്നമുണ്ട്. അത് നിങ്ങളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി. ശരി, നീ ഈ ഡ്രസ് ഒന്ന് മാറി വാ. ഇവിടെ ഇരിക്കി. എങ്ങോട്ടാ? വനിത വെച്ചടിച്ചിട്ട് ഇത്ര വേദന.